നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. യക്ഷിയമ്മ മനസ്സു നിറഞ്ഞ് അനുഗ്രഹിച്ചാൽ പിന്നെ ഒരു ശക്തിക്കും തടഞ്ഞു നിർത്താനാവില്ല. ഞാൻ പോകാം സ്വാമി. പോവുക അത്ര എളുപ്പമല്ല. തടസ്സങ്ങൾ ഒരുപാട് കാണും. എല്ലാം ഞാൻ മറികടക്കും. എന്റെ ആഗ്രഹം അത്രയും തീവ്രമാണ്. എങ്കിൽ ശരി, യക്ഷിയമ്മ അനുഗ്രഹിക്കട്ടെ. വേണ്ട, അതൊന്നും നമ്മുടെ ആഗ്രഹത്തിലില്ല. നടന്നോളൂ. ഇതെന്താ രഘുവേട്ടാ? എല്ലാം ഞാൻ എടുത്തു വെക്ക. എനിക്ക് പോണം. അല്ല, ലീവ് ഇനിയുണ്ടല്ലോ. അതോ പെട്ടെന്ന് ചെല്ലാൻ മെസ്സേജ് വല്ലതും വന്നോ? മെസ്സേജ് ഒന്നും വന്നില്ല, പക്ഷെ എനിക്ക് പോണം. അല്ല, എന്താ കാര്യം? പറഞ്ഞാ താൻ ചോദിക്കും ഒളിച്ചോട്ടാണോ? ഒളിച്ചോട്ടം തന്നെയാ. ഒരുമാതിരി അറിയാത്ത വഴിയിലൂടെയൊക്കെ നടന്ന് ഈ മേലും കീഴും അറിയാത്തൊരവസ്ഥ ചെന്ന് പെടില്ല. അതാ എന്റെ മാനസികാവസ്ഥ. ഇപ്പൊ അത് തന്നെയാ. അതെ, കുടുംബകാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ ഒന്നുമില്ല. കിട്ടുന്ന കുറച്ച് ദിവസം രാവും പകലും കുടുംബത്തിനോടൊപ്പം കുറച്ച് ദിവസം കളിക്കണം, ചിരിക്കണം. അതിനൊക്കെ വേണ്ടി ഞാൻ വന്നത്. പക്ഷെ അതിനൊന്നൊരു മാർഗമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? പറഞ്ഞു തിരുത്തി എല്ലാം ശരിയാക്കാന്ന് കുറച്ചു മുൻപ് എന്നോട് പറഞ്ഞിട്ട്. പറഞ്ഞതൊക്കെ സത്യം തന്നെയാ, പക്ഷെ അത് പ്രാക്ടിക്കൽ ആക്കാനുള്ള മാർഗം എനിക്ക് അറിയില്ല. വല്ലാണ്ട് മടുത്തു പോയിടും ശരിക്കും. ശരി, എങ്കിൽ രഘുവേട്ടൻ പൊയ്ക്കോ. എനിക്ക് ഒളിച്ചോടാനും ചാവാനും ഒന്നും പറ്റില്ലല്ലോ. മോളെ, അച്ഛൻ പോവാണെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നും അച്ഛൻ കേൾക്കുന്നില്ല. ഈ അവസ്ഥയില് അച്ഛനമ്മയെ തനിച്ചാക്കുന്ന ഞാൻ കരുതിയില്ല. നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിന്ന് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്, പലരും കൈവിട്ട് കളയുന്ന ജീവിതം നിങ്ങൾ രണ്ടുപേരും കൂടി രസകരമായിട്ട് കൊരുത്തെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ രണ്ടുപേർക്കും മിടുക്കുമുണ്ട്. എന്നിട്ടും എന്താ അച്ഛ ഇപ്പോ? മോളെ, അച്ഛ ശരിക്കും ഇപ്പൊ പോകുന്നുണ്ടോ? അച്ഛനെങ്ങും പോകുന്നില്ല. ഇവിടുത്തെ പ്രശ്നം ഞാനാ. ഇവിടെ എല്ലാവരും തർക്കിക്കാനുള്ള കാരണവും ഞാനാ. അച്ഛൻ വളരെ കുറച്ച് ദിവസം അച്ഛൻ ഞങ്ങളുടെ കൂടെ നിന്നത്. എന്റെ തെറ്റുകൊണ്ട് അച്ഛനൊരു തീരുമാനം എടുക്കണ്ട. അച്ഛൻ പോകുന്നില്ലെന്ന് തീരുമാനിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ഏതെങ്കിലും മുറിയിൽ എന്നെ തന്നെ അടച്ചിടട്ടെ? ഞാൻ പുറത്തിറങ്ങാതിരിക്കാം?
ഞാൻ ഒറ്റ മനുഷ്യനെ കാണാതിരിക്കാം. അച്ഛന് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യാച്ച. അച്ഛാ, ഇതൊരു വെറുമ്പാക്കല്ല. എന്നെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. അവന്റെ വാക്ക് വിശ്വസിച്ചാണോ രഘുവേട്ടൻ നിൽക്കാൻ പോകുന്നത്? അവന്റെ വാക്കല്ല. തന്റെ സങ്കടത്തിന് ഇവിടെ ഉള്ളവരൊക്കെ വിലമതിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ ഞാൻ തോറ്റുകൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാനൊരു മനുഷ്യനാണോ? രഘുവേട്ടൻ തീരുമാനമൊന്നും മാറ്റണ്ട. നാളത്തെ ദിവസം ഓർമ്മയുണ്ടോ? നമ്മുടെ വിവാഹ വാർഷികമാണ്. ടെൻഷനോടെ ഇവിടുന്ന് പോകാൻ ശ്രമിച്ചപ്പോ അതും കൂടി അങ്ങ് മറന്നു അല്ലേ? എടോ, സോറിടോ, എൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഒരു കാര്യം തുടരെ തുടരെ ആലോചിച്ചുകൊണ്ടിരുന്ന പിന്നെ പതുക്കെ പതുക്കെ എന്നെ അത് വല്ലാണ്ടങ്ങ് ദ്രോഹിക്കും. മോളെ, അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷികം നമുക്ക് ആഘോഷിക്കണ്ടേ? തീർച്ചയായിട്ടും വേണം അച്ഛ. എനിക്കൊന്നും വേണ്ട. സുജാതെ, ഈ വിഷമമുള്ള ദിവസങ്ങൾ വരുമ്പോൾ ആളുകൾ ഒരു സന്തോഷം കാണിക്കും. എത്രയോ വീടുകളില് ഓണവും വിഷുവും ഒക്കെ വരുമ്പോൾ അതുവരെ മിണ്ടാതിരുന്ന ആളുകൾ തമ്മിൽ മിണ്ടും. പരസ്പരം മുഖം തിരിച്ചിരുന്നവര് ഒരിലയിലിരുന്ന് ഉണ്ണും. ഇത്തവണ നമ്മുടെ വിവാഹ വാർഷികം നമ്മുടെ കുടുംബത്തിനെ ഒന്നിപ്പിക്കാൻ വേണ്ടി നമുക്കൊന്ന് ആഘോഷിച്ച് നോക്കാമെന്നേ. ചിലപ്പോ അങ്ങനെ ഒരു ചടങ്ങോടുകൂടി എല്ലാം നേരെയായി വന്നെങ്കിലോ? അമ്മ ഇനി എതിരൊന്നും പറയണ്ട. നമ്മൾ ഇത് ഭംഗിയായിട്ട് ആഘോഷിക്കും. ആൻഡ് അഡ്വാൻസ് ഹാപ്പി ആനിവേഴ്സറി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.